ഹലോ ഗായ്സ്, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. ഇച്ചു രാവിലെ തന്നെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂഴിയൊക്കെ വാരി കളിക്കുകയാണ്. അച്ചാച്ചനും മോനും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. ചിരട്ടയൊക്കെ എടുത്ത് അപ്പമൊക്കെ ആക്കിയിട്ട് അവസാനം അച്ചാച്ചൻ പീടികയിലേക്ക് പോയി. ഇച്ചു ആണെങ്കിൽ വരാൻ കൂട്ടാക്കുന്നുമില്ല. അങ്ങനെ ഏട്ടൻ പോയി അവിടെ ഇരിക്കുന്നു. അപ്പം ഞാനും കൂടി പോയിട്ടാ. അങ്ങനെ ഏട്ടനെ കുറച്ച് സമയം ഇറിറ്റേഷൻ ചെയ്യാന്നുള്ളതാണ് പരിപാടി. ഏട്ടനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതായിട്ട് മുഖമൊക്കെ പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചു ആണെങ്കിൽ ഇച്ചുവിൻ്റെ വണ്ടി മൊത്തമാണെന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ കാലിൻ്റെ വേദന തീരെ മാറിയിട്ടുണ്ടായില്ല. അപ്പോൾ ആശുപത്രി വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇച്ചുവിനെ കൂട്ടാണ്ട് പോകാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. വേഗം ആശുപത്രി പോയി കാണിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവൻ കരഞ്ഞിട്ട് അവനും കൂടെ വന്നു. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് അവനെയും കൂട്ടി വിട്ടു. അവിടെ നമ്മൾ ഗേറ്റ് അടിച്ചിട്ട് കുറച്ച് സമയം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ പോകുന്നതൊക്കെ ഇച്ചു കണ്ട് നമ്മൾ നേരെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തിരക്കുണ്ടായില്ല കേട്ടോ. ഞാൻ കുറേ തിരക്കൊക്കെ വിചാരിച്ചു, പക്ഷെ അത്ര വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വേഗം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് കാണിച്ചു. ഓയിൽമെൻറ്റൊക്കെ തന്നു. പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, നമുക്ക് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വേഗം നമ്മൾ തിന്നാനായിട്ട് വന്നു. ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചടിയും ചമ്മന്തിയും അച്ചാറും വന്നു. നമ്മുടെ ഇലയിലാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ തൊട്ട് തിന്ന് ഇരുന്ന് ബിരിയാണി വരെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അവസാനം നമ്മുടെ ബിരിയാണി വന്നു മക്കളെ. എന്തൊരു ടേസ്റ്റാണ്! ആ നെയ്യും ആ സോഫ്റ്റായിട്ടുള്ള ചിക്കനും ഒക്കെ കൂട്ടി ഇങ്ങനെ ഒരു ചോറങ്ങോട്ട് തിന്നാലുണ്ടല്ലോ, ഓ സ്വർഗം! എനിക്ക് പിന്നെ ഒന്നും വേണ്ട. ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ബിരിയാണി ഇങ്ങനെ വിളമ്പുന്ന കാണുമ്പോൾ ഇപ്പോൾ ഒന്നും കൂടി കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. ചമ്മന്തിയൊക്കെ കൂട്ടി ബിരിയാണി കഴിച്ചിട്ട് കാലം മറന്നു. അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് തിന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വില്ലമ്മേൻ്റെ അടുത്തേക്ക് പോയി. ഇതാ ഏച്ചിയാടിനോട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇച്ചു ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കൊണ്ട് അവനെ അവിടെ കിടത്തി. പിന്നെ നമ്മളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പൊന്നും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്ന് ഇച്ചു ഉറക്കത്തു നിന്നൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ജിജേച്ചാണെങ്കിൽ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറി ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാണ്ട് വിടില്ല മക്കളെ. അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇച്ചു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഓരോ വണ്ടിയൊക്കെ എടുത്ത് കളിച്ചു. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അച്ഛനെ എടുത്തിട്ട് അടിക്കുകയാണ് ഇച്ചു. അങ്ങനെ അച്ഛനും മോനും കൂടി എന്തൊക്കെയോ കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.